ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഒരു വലിയ വഴിത്തിരിവ് കൂടെ ഉണ്ടാവുകയാണ്. ഹോർമൂസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് എപ്പോഴും ഈ യുദ്ധം ചുറ്റിപ്പറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു യുദ്ധത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഇനി മുതൽ നമ്മൾ ഹോർമൂസ് കടലിടുക്ക് എന്നല്ല പറയേണ്ടത്. കാരണം അമേരിക്ക അതിന്റെ പേര് മാറ്റി അത് അമേരിക്കൻ കടലിടുക്കാക്കി മാറ്റാൻ പോവുകയാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എടുത്ത് പ്രയോഗിക്കാൻ ആയുധമൊന്നുമില്ല, പാട്രിയറ്റ് മിസൈലുകളെല്ലാം തീർന്നു പോയിരിക്കുന്നു എന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ട്രംപ് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള യുദ്ധമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞ് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കക്കാർ മുച്ചൂടും ട്രംപിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ആണെങ്കിൽ ഒരു കുലുക്കവും ഇല്ല. ഇറാൻ ഇപ്പോഴും മറ്റേ ചില സിനിമകളിലൊക്കെ പറയുന്നത് പോലെ വില്ലൻ എല്ലാവരെയും അടിച്ചിട്ട് കഴിഞ്ഞ ശേഷം ഇനി ഒരു 100 പേരെ കൂടെ അയക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇറാൻ ഇപ്പോഴും ഇനി അയക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ഇങ്ങനെ കട്ടക്ക് നിൽക്കുകയാണ്. അതിനിടയിൽ പെഷസ്കിയാൻ, ഇറാന്റെ പ്രസിഡന്റ്, ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്ത വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളൊരു വാർത്ത വരുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് കൂടെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ചേട്ടാ ഒരു വിലയിരുത്തൽ? അല്ലല്ലേ, ഇപ്പം ട്രംപിന്റെ പുതിയ ഒരു വെടി ആണ് ഹോർമുസ് കടലിടുക്ക് അമേരിക്ക ഏറ്റെടുക്കുന്നു. അതിന്റെ പ്രഖ്യാപനമാണ് ഇപ്പൊ നടത്താൻ പോകുന്നത്. ഇത് ഏറ്റെടുത്തതിന് ശേഷം ആ പേര്, കടലിടുക്കിന്റെ പേര് അമേരിക്കൻ കടലിടുക്കെന്ന് മാറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് നിലവിൽ തന്നെ ഹോർമുസ് ഇപ്പൊ അമേരിക്കൻ സൈന്യത്തിന്റെ കയ്യിലാണ്. ഇനി നമുക്ക് അവിടെ, പക്ഷെ ഇറാൻ അതിന് മറുപടി കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടെ ഒരു കപ്പൽ ചലിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിക്കണം, ഞങ്ങളുടെയാണ് ഈ കടലിടുക്ക് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും യുദ്ധം തീരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, അതങ്ങനെ നിൽക്കും. ഇതിന്റെ ഇടയിൽ തന്നെ പെഷസ്കിയാൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തയുണ്ട്. അതിനു മുൻപ് തന്നെ ഇപ്പോൾ നമ്മുടെ ദില്ലിയിൽ ഇറാന്റെ സെൻട്രൽ ബാങ്ക് ഗവർണർ, അദ്ദേഹത്തിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുൾ നാസർ ഹെമന്തി എന്ന് പറയുന്ന അവരുടെ റിസർവ് ബാങ്ക് ഗവർണറുണ്ട്. ആ ഗവർണർ 2 ദിവസമായിട്ട് ഇപ്പോൾ നമ്മുടെ ദില്ലിയിലുണ്ട്. അദ്ദേഹം വന്നിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ എന്തുകൊണ്ടും ഈ 2026, അതായത് അടുത്ത മാസം നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും നിർണായകമാണ് ലോകത്തിന്, ഇന്ത്യക്കല്ല ലോകത്തിന് തന്നെ. കാരണം അവിടെ വെച്ച് ഞാൻ ഇതിന് മുമ്പും ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, അവിടെ വെച്ച് ഒരു പക്ഷേ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു നാണയത്തിന് പ്രഖ്യാപനം, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തത്, മനുഷ്യന് ഓർമ്മയുണ്ടാകും, പ്രേക്ഷകർക്ക് ഓർമ്മ കാണും. എല്ലാ ബാങ്കുകളും കൂടെ എല്ലാ രാജ്യത്തിന്റെ ബാങ്കുകളൂടെ ചേർന്നുകൊണ്ട് നമ്മളൊരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട്, അതൊരു യൂണിറ്റ്, അതൊരു ബക്കറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ബക്കറ്റിലേക്ക് വിവിധ രാജ്യങ്ങളുടെ നാണയം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ധനുഷിന്റെ ഞാൻ മേടിക്കുമ്പോൾ ധനുഷിന്റെ നാണയം എന്താണ് നിങ്ങളുടെ നാണയം അത് ഞാൻ തരുന്നു, നീ എൻ്റെ നിന്ന് മേടിക്കുമ്പോൾ എനിക്കുള്ള ആ നാണയം തരുന്നു, ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലൊക്കെയാണ് പോകുന്നത്. അതും കൂടെ കണ്ടുകൊണ്ടാണ് ഇറാൻ വരുന്നത്. അത് മാത്രമല്ല, ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു ബാങ്ക് ഉണ്ട്, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, NDB എന്ന് പറയുന്ന ബാങ്ക് ഉണ്ട്. ആ ബാങ്കില് നിലവിൽ ഇറാൻ അംഗമല്ല, ബ്രിക്സിൽ അംഗമാണ്, ഈജിപ്തും ഇറാനും ഒക്കെ അംഗമാണ്. പക്ഷേ ഈ ബാങ്കിൽ ഇറാൻ ഭാഗമല്ല. അപ്പൊ ആ ബാങ്കിന്റെ ഭാഗമാകാൻ കൂടി ഇറാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്കിപ്പോൾ ഒരുപാട് പണം വേണം. ഈ ബാങ്ക് ഒരുപാട് പേർക്ക് ലോൺ കൊടുക്കുന്നുണ്ട്, മീൻസ് ഒരുപാട് രാജ്യങ്ങൾക്ക് അവരുടെ വികസനത്തിന് പ്രവർത്തനങ്ങൾക്കൊക്കെ. അപ്പൊ ലോണും കൂടെ എടുക്കാം. കാരണം ഇപ്പൊ ഇറാന്റെ ഒരു സാമ്പത്തിക സ്ഥിതിക്ക് ആകെപ്പാടെ മോശമാണ്. അപ്പം അങ്ങനെ ഇതുവരെ നമ്മളെന്നല്ല, ബ്രിക്സ് രാജ്യങ്ങൾ അതിനൊരു പെർമിഷൻ കൊടുത്തിട്ടില്ല. നിലവിൽ ഈജിപ്റ്റ് അതിനകത്തുണ്ട്, NDB ബാങ്കിനകത്തുണ്ട്. അതായത് എന്താ പറയുന്നത്, ലോക ബാങ്ക് പോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ ഒരു ബാങ്കാണ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ളതും. ഓൾറെഡി അതവർ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ളത് മാത്രവുമല്ല, ഈ സഹായിക്കാനുള്ള ഫണ്ടും മറ്റുമൊക്കെ അങ്ങനെയാണ് NDB ബാങ്ക്. അപ്പൊ അതും കൂടെ ഒരു ലക്ഷ്യം വെക്കുന്നു. അതിന്റെ ലക്ഷ്യമെന്ന് പറയുമ്പോഴാണ് ധനുഷ ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ പ്രഖ്യാപനം ഇതിനകത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. പെഷസ്കിയാൻ ഇവിടെ എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ലോകത്തിന് കൊടുക്കുന്ന ഒരു, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം വളരെ ക്ലിയർ ആണ്. ഞങ്ങൾക്ക് ആളുകളുണ്ട്, ഞങ്ങൾക്ക് പോകാനും വരാനും ചർച്ച ചെയ്യാനും ഒക്കെ ആളുകളുണ്ട്, സംഘടനകളുണ്ട് എന്നൊരു വെളിവാക്കൽ കൂടിയാണ്. അത് മാത്രമല്ല, ഈ ഒരു ബ്രിക്സ് ഉച്ചകോടി പ്രധാനമായിട്ടും റഷ്യ ഉക്രൈൻ വാർ ചർച്ച ചെയ്യും എന്നാണ് അറിയുന്നത്. കാരണം ഇതുവരെ ബ്രിക്സ് ഉച്ചകോടിയിൽ ഇതിനെതിരെയൊക്കെയുള്ള ഈ രാജ്യങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റത്തിനെതിരെയൊക്കെ വലിയ പ്രമേയങ്ങൾ പാസ്സാക്കി പിരിയുകയായിരുന്നുവെങ്കിൽ ഇത്തവണത്തെ ബ്രിക്സ് ഉച്ചകോടി അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഈ രാജ്യങ്ങൾ തമ്മിൽ ഈ ഡീഡോളറൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം പലയിടത്തായിട്ട് നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ രാജ്യം പബ്ലിക്കായിട്ട് അത് പറയുന്നില്ല എങ്കിൽ പോലും എല്ലാ രാജ്യങ്ങളും, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാണയം ഇപ്പൊ എങ്ങും എടുക്കാൻ മേലാത്തൊരു സാഹചര്യമാണ്. കാരണം അവർക്ക് മൊത്തത്തിൽ ഉപരോധമൊക്കെ വന്നിരിക്കുന്നുണ്ട്. റഷ്യയുടെ സമാനമായ ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇതൊരു ചർച്ചാ വിഷയമായി മാറും. ഒന്ന് സാമ്പത്തിക രംഗത്തെ ചർച്ചകളും പ്രഖ്യാപനങ്ങളും, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ. രണ്ടാമത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിൽ ഈ റഷ്യ ഉക്രൈൻ വാറിലാണെങ്കിലും പിന്നെ ഇറാൻ അമേരിക്ക വാറിലാണെങ്കിലും ഒക്കെ ഒരു സ്വതന്ത്ര നിലപാടായിരുന്നു ബ്രിക്സ് സ്വീകരിച്ചുകൊണ്ടിരുന്ന, ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം പെഷസ്കിയാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാള വാർത്ത നൽകിയിരുന്നു. അതിൽ പെഷസ്കിയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്,
ഇന്ത്യക്ക് മാത്രമേ ഈ യുദ്ധം തീർക്കാൻ കഴിയുകയുള്ളൂ, ഇന്ത്യക്ക് മാത്രമേ ഇതിൽ ഇടപെടാൻ കഴിയുകയുള്ളൂ, സ്വതന്ത്രമായ ഒരു രാജ്യമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ട്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ കടന്നുകയറ്റവും അത് തന്നെ നമ്മുടെ ഇന്ത്യ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുറച്ചു നാൾക്ക് മുമ്പ് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഈ ലോകത്തിന്റെ മുകളിൽ ഈ ലോക പോലീസ് കളിക്കുന്ന കളി നടക്കില്ല, നിങ്ങൾ ആജ്ഞാപിക്കുകയും ഞങ്ങൾ അനുസരിക്കുകയും ചെയ്യണം എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. പറയുന്ന രീതി ഇനി വിലപ്പോകില്ല, അതൊന്നും ഇനി ഈ ലോകത്തെങ്ങും നടക്കാനും പോകുന്നില്ല എന്ന് ഇന്ത്യ തന്നെ പറഞ്ഞിരുന്ന കാര്യമുണ്ട്. പിന്നെ ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്ക്, ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ വീണ്ടും ട്രംപ് താരിഫ് ചുമത്താൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഹോർമുസിനെ സംബന്ധിച്ച് ഏതായാലും ഈ അമേരിക്കയുടെ ഈ തീരുമാനം എനിക്ക് തോന്നുന്നില്ല സക്സസ് ആകുന്ന ഒരു തീരുമാനമല്ല. ട്രംപ് വേണമെങ്കിൽ പ്രഖ്യാപിക്കും, ഇച്ചിരി കഴിയുമ്പോൾ പ്രഖ്യാപനം മാറ്റും, അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ അത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടൊരു കാര്യമല്ല. കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് തകർക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇത്രത്തോളം ഇപ്പോൾ അമേരിക്കക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഉപരോധത്തിന് വലിയ ഇതില്ല. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ, ഇനി എന്ത് ഉപരോധം അവർക്ക് മേൽ ചുമത്താനുള്ളത്? ഇതുവരെ അതുങ്ങൾക്ക് ഉപരോധമായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഇനി അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ? ഇവരെ ചത്തവനെ പിന്നെയും കൊല്ലാൻ പറ്റൂ? ഇല്ല, ഒരിക്കലും ചാകാൻ കഴിയും. അപ്പൊ അത് ചീറ്റിയെന്ന് മനസ്സിലായപ്പോഴാണ് അടുത്ത പുതിയ സംഭവം കൊണ്ട് വന്നത്, ഹോർമുസ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഈ ചെങ്കടലിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നില്ല, ഹോർമുസ് അടഞ്ഞു കിടക്കുന്നു. അപ്പം നമ്മളപ്പോൾ റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ വേണം. ഇപ്പം നമ്മുടെ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ 50% റഷ്യയിൽ നിന്ന്. അതും വേണ്ടാന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ പ്രയാസം. നമ്മുടെ അവസ്ഥ മാത്രമല്ല ഇത്, ചൈനയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പം പിന്നെ ഈ രാജ്യങ്ങൾക്ക് ചൈന വേറെ വഴി കണ്ടെത്തി. നമ്മൾ ഇന്നലെ ആ വഴികളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ആ വഴിയിൽ കൂടെ അവരുടെ ഷിപ്പ് പോയി തുടങ്ങിയിട്ടുണ്ട് ചൈനയുടെ. അതായിരുന്നു വലിയ വാർത്ത. CNN ആ വാർത്ത ചെയ്തിട്ടുണ്ട്. ഷിപ്പ് പോകുന്നതിന്റെ വാർത്ത മാത്രമല്ല CNN ചെയ്തിരിക്കുന്നത്, 11 ദിവസം ഈ ഷിപ്പിനെ ട്രാക്ക് ചെയ്തിട്ടുള്ള ചിത്രങ്ങളും അവരുടെ മാധ്യമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. CNN ഇന്നലെ ആയിരുന്നു ആ വാർത്ത ഞാൻ കണ്ടത്. അപ്പോൾ ആ വാർത്ത അതിൽ അവർ ആ ഷിപ്പിന്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഐസ് ബ്രേക്കർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഐസുകളെ പൊട്ടിച്ചിട്ടാണ് ഈ ഷിപ്പ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അപ്പൊ അത് പുതിയ റൂട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. പുതിയ റൂട്ട് അവർ കണ്ടെത്തുന്നു, വ്ളാഡിവോസ്റ്റോക്ക് എന്നൊരു റൂട്ട്. ആ റൂട്ടും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സാധനം തന്നെയാണ്. ഏതായാലും ഒരു നിർണായക നീക്കം സെപ്റ്റംബറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നിർണായക പ്രഖ്യാപനങ്ങൾ നടക്കും. അത് ദില്ലിയാണ് അതിന്റെ കേന്ദ്രമാകുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം നമ്മളാണ് ഇപ്പോൾ ബ്രിക്സിന്റെ ചെയർമാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് വെച്ചിട്ടായിരിക്കും അവിടെ ഷീ ജിൻപിങ് വരുമെന്ന് പറയുന്നു. പുടിൻ എന്തായാലും എത്തുമെന്ന് ക്രെംലിൻ അറിയിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു. ഒരു സാഹചര്യം കൂടി ഉണ്ട്. അത് മാത്രവുമല്ല, ഇപ്പോൾ തന്നെ നിലവിൽ പല രാജ്യങ്ങളും തമ്മിൽ, റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ റുപ്പീസിലാണ് കച്ചവടം നടക്കുന്നത്. UAE നമ്മുടെ ബ്രിക്സിന്റെ ഭാഗമാണ്. UAEയുമായിട്ട് നമ്മൾ ഇന്ത്യൻ റുപ്പീസിലാണ് കച്ചവടം നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ ചൈനയുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയിലെ അത് ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത നൽകിയിട്ട് എനിക്ക് തോന്നുന്നത് 1-1.5 മാസം ആകുന്നുള്ളൂ. ചൈനയും ഇന്ത്യയുമായിട്ട് ഇനി ഇന്ത്യൻ റുപ്പീസിലും ചൈനയുടെ യുവാനിലുമായിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അങ്ങനെ ഇപ്പൊ എല്ലാ രാജ്യങ്ങൾക്കും അതാണ്. ഇപ്പൊ ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും അടക്കം ഇന്ത്യ ഇപ്പൊ പണം നൽകുന്നത് ഇന്ത്യൻ റുപ്പീസിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ. ജപ്പാന്റെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയതും ഇതിന്റെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ജപ്പാനൊന്നും ബ്രിക്സിലില്ല, പക്ഷെ അവർ ഇതിന്റെ ഒരു ചർച്ചയ്ക്കായിട്ടായിരുന്നു. അതായത് ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഇനി അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ നാണയവും നമ്മുടെ യെന്നും റുപ്പീസും ആയിട്ടുള്ള ട്രാൻസാക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇത് ഏതായാലും ട്രംപിന് കലിപ്പിളകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ ഉച്ചകോടി കഴിയുമ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ നീക്കം പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ പാകിസ്ഥാനെ കൊണ്ട് അടുപ്പിക്കാനാണ് സാധ്യത കൂടുന്നത്. അതിനൊക്കെയുള്ള എല്ലാ കളവും ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.